ഇന്ന് ഒട്ടനേകം കുട്ടികൾ ഫോൺടെക്കിന്റെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. റെഗുലർ ബാച്ചിലെ കുട്ടികളാണ്. അതിൽ 3 പേര് നമ്മളുടെ മുന്നിലുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം റെഗുലർ ബാച്ചിന്റെ ഫീഡ്ബാക്ക് എന്നാണ്. അപ്ഡേഷൻ ബാച്ചിന്റെ ഫീഡ്ബാക്ക് കണ്ടു, 1 രൂപി ക്ലാസിന്റെ ഫീഡ്ബാക്ക് കണ്ടു. ഇനി റെഗുലർ ബാച്ചിന്റെ ഫീഡ്ബാക്ക് എന്നാണ് നമുക്ക് ഇപ്പോൾ അവരോട് ചോദിക്കാം. എന്താണ് ഫോൺടെക്കിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്? മെയിനായിട്ട് ഇവിടുത്തെ ക്ലാസ്, ഇവിടുത്തെ എടുക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വെറും ടീച്ചേഴ്സ് അല്ല, നമ്മളിപ്പോൾ ഇവനെ പോലെ ഒപ്പരം നിൽക്കുന്ന ആളെ പോലെ ആയിട്ടാണ് നമുക്ക് ക്ലാസ് എല്ലാം എടുത്തിരുന്നത്. അപ്പോൾ നമുക്കൊരു പേടി, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇത് പഠിച്ചാൽ എവിടെയെങ്കിലും എത്താണ്ടായിപ്പോ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ സാധാ ടോക്ക് ചെയ്യുന്ന പോലെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞിരുന്ന കാര്യത്തിൽ എങ്ങനെയാ? മടിയുണ്ടോ? ഒരിക്കലില്ല. എനിക്കിപ്പോ സ്വതവെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലാസ് എടുത്തു തരുമ്പോൾ നമുക്ക് വേഗം തലയിൽ കയറില്ല. ഇല്ല, എനിക്ക് തീരെ മനസ്സിലാവില്ല. പക്ഷെ എന്താ പറയാ, ഇപ്പൊ അമീർ സാറാണെങ്കിലും ഇവിടെയുള്ള ഓരോ ടീച്ചേഴ്സും രാത്രിയെല്ലാം മെസ്സേജ് അയച്ചാലും അപ്പാടനെ പറഞ്ഞുതരും. ഇല്ല എന്നിട്ടും മനസ്സിലായിട്ടില്ല പറയുന്നത് രാവിലെ വാ, കുറച്ച് നേരത്തെ വന്നാൽ മതി, നമ്മള് ബാക്കിയുള്ള ബാച്ചിന്റെ അതിന്റെ അടക്കം വന്നിട്ട് നമുക്ക് പറഞ്ഞു. കുറേ പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടിയാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കാൻ എന്താ തീരുമാനിച്ചത്? നമുക്ക് ചെറുതിലെ ഒരു മൊബൈലിനോട് ചെറിയ താല്പര്യമാണ്. കുറെ ഞാൻ അന്വേഷിച്ചു നോക്കി. പക്ഷെങ്കിൽ എന്താ പറയാ, അധികം ആളെടുത്ത് ഞാൻ ചോദിച്ചേനു. അപ്പൊ നമ്മളെന്തായാലും മൂത്താളെടുത്ത് വെക്കൂലേ. പക്ഷെ എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞ ഇവിടെയാണ്. എന്തുണ്ടെങ്കിലും വിളിക്കണം, ഞാൻ പറഞ്ഞു.